ഹായ്. അങ്ങനെ മറ്റൊരു വ്യാഴം, വെള്ളി ദിവസം എത്തിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളാണ്. ഫെബ്രുവരി മാസം 6, 7 ദിവസങ്ങളിൽ 6, 7 തീയതികളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഇന്നും നാളെയും ആയിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. മൊത്തം 8ഓളം സിനിമകളാണ് ഇന്ന് നാളെയായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ അജിത് കുമാർ പ്രധാന വേഷം കൈകാര്യം, അജിത്തും ദൃശ്യം പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിടാമുയർച്ച എന്ന സിനിമയാണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിയുടെ 1997 റിലീസ് ചെയ്ത ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിയുടെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു ആക്ഷൻ ത്രില്ലർ പാത്രപ്പെട്ട സിനിമയാണ്. മകിർ തിരുമേനിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസം 6 തീയതി, അതായത് ഇന്നാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നത്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ഒരു മലയാളം ആക്ഷൻ മൂവിയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട്, ജോജു ജോർജ്, അലൻ സീർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ശരൺ വേണുഗോപാലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി മാസം 7 തീയതി, നാളെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കോൺക്ലേവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 7 തീയതി, നാളെയാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നത്, തിയേറ്റർ റിലീസ് വരുന്നത്. അടുത്തൊരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ഇഴ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇഴ. നവാസ് കലാഭവനും രഘുനാഥ് നവാസുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിറാജ് റസയാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും ഫെബ്രുവരി മാസം 7 തീയതി, നാളെയാണ് റിലീസ് ചെയ്യുന്നത്. അടുത്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയുടെ റിലീസാണ്. ലവ് യാപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 7 തീയതി, നാളെയായിട്ടാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. നാഗചൈതന്യ, സായി പല്ലവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് തണ്ടൽ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 7 തീയതി, നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ലവ് ഡെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിനു ശ്രീധർ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരുപാട് പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ലവ് ഡെയിൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 7 തീയതി, നാളെയാണ് റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു റിലീസാണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ. ഹരിഹരന്റെ സംവിധാനത്തിൽ MT എഴുതി പിന്നെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ. 1989 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. നാളെ ഫെബ്രുവരി മാസം 7 തീയതി ഈ ഒരു സിനിമയുടെ റിലീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒരാഴ്ച ഫെബ്രുവരി മാസം 6, 7 ദിവസങ്ങളിലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളായിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ, ഈ ഒരു റിലീസുകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇന്ന് വിടാമുയർച്ച മാത്രമേ റിലീസുള്ളൂ. എന്തായാലും കാണാമെന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ, പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റില്ല. കഴിയുന്നതും പെട്ടെന്ന് തന്നെ കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.